ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിൻ്റെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. പുറത്തു നിന്നുള്ള ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് ഉത്തരം കണ്ടെത്തുക. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ നമുക്കൊരു കഥയാണ് തന്നിട്ടുള്ളത്. ആ കഥ വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വേണം ഉത്തരം കണ്ടെത്താനായിട്ട്. വൺസ് ദർ വാസ് എ ക്യൂരിയസ് ലിറ്റിൽ മങ്കി നെയ്മഡ് മൊട്ടു. ഒരിക്കല് ഒരു ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ചെറിയ കുരങ്ങന്റെ കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ പേര് മൊട്ടു എന്നായിരുന്നു. ഹി ലിവ്ഡ് ഇൻ എ ജംഗിൾ വിത്ത് ഹിസ് ഫാമിലി. അവനൊരു കാട്ടില് അവന്റെ കുടുംബത്തോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഹി ലവ് ടു എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ്. അവന് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഹി വാസ് വെരി സ്മാർട്ട് ആൻഡ് കുഡ് ക്ലൈംബ് ട്രീസ് ഫാസ്റ്റർ ദാൻ എനി ഓഫ് ദ അതർ മങ്കീസ് ഇൻ ദ ജംഗിൾ. ആ കാട്ടിലുള്ള മറ്റെല്ലാ മങ്കീസിനെക്കാട്ടിലും വളരെ വേഗത്തിൽ അവന് മരങ്ങളൊക്കെ കയറുമായിരുന്നു. വൺ ഡേ മൊട്ടു സോ എ ഷൈനി ഒബ്ജെക്ട് ഹാങ്ങിങ് ഫ്രം ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഒരു ദിവസം ഒരു നല്ല തിളക്കമുള്ള എന്തോ ഒരു വസ്തു ഒരു മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് മൊട്ടു കണ്ടു. ഹി വാസ് ക്യൂരിയസ് ആൻഡ് വാണ്ടഡ് ടു സീ വാട്ട് ഇറ്റ് വാസ്. അവൻ അത് എന്താണെന്ന് അറിയാൻ വളരെയധികം കൗതുകം തോന്നി. സോ ഹി സ്കാംബേർഡ് അപ്പ് ദ ട്രീ ടു ടേക്ക് എ ക്ലോസർ ലുക്ക്. അതുകൊണ്ട് അവന് അതിൻ്റെ അടുത്ത് ചെന്ന് അത് എന്താണെന്ന് നോക്കാനായിട്ട് ആ മരത്തിൽ വലിഞ്ഞു കയറി. വെൻ മൊട്ടു റീച്ച്ഡ് നിയർ ദ ഷൈനി ഒബ്ജെക്ട് ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഗോൾഡൻ ആപ്പിൾ. അങ്ങനെ ആ തിളക്കമുള്ള വസ്തുവിൻ്റെ അടുത്തെത്തിയപ്പോൾ മുട്ടുവിന് എന്ത് മനസ്സിലായി? ഇതൊരു ഗോൾഡൻ ആപ്പിൾ ആണെന്ന് മനസ്സിലായി. മുട്ടു വാസ് വെരി എക്സൈറ്റഡ് ആൻഡ് വാസ് ഈഗർ ടു ഷോ ഇറ്റ് ടു ഹിസ് ഫാമിലി. അത് അവൻ്റെ ഫാമിലിക്ക്, കുടുംബത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് മുട്ടുവിന് വളരെയധികം ആകാംക്ഷയുണ്ടായി. He carefully plucked the golden apple and came down the tree quickly to share his discovery. അവന് വളരെ പതുക്കെ ആ ഗോൾഡൻ ആപ്പിള് കയ്യിൽ പറിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ വീട്ടിലേക്ക് അത് ഈ ഡിസ്കവറി അവന് കണ്ടുപിടുത്തം കാണിച്ചു കൊടുക്കാനായിട്ട് അവന് ഓടിപ്പോയി. ഇനി നമുക്കിതുമായിട്ട് ബേസ് ചെയ്ത ചോദ്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ 1, വാട്ട് കുഡ് മൊട്ടു ഡു ദാൻ എനി ഓഫ് ദ അതർ മങ്കീസ്. മറ്റ് മങ്കികളെക്കാട്ടിലും മൊട്ടുവിന് അധികം ചെയ്യാൻ കഴിയുന്നത് എന്തായിരുന്നു? റൺ ഫാസ്റ്റർ, ക്ലൈംബ് ട്രീസ് ഫാസ്റ്റർ, ജംപ് ഫാസ്റ്റർ, സ്വോളോ ഫുഡ് ഫാസ്റ്റർ. ക്ലൈംബ് ട്രീ ഫാസ്റ്റർ അല്ലെ, മരങ്ങൾ പെട്ടെന്ന് വേഗത്തിൽ കയറാനായിട്ടായിരുന്നു അവന് സാധിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ 2, വാട്ട് ഡിഡ് മൊട്ടു ലവ് ടു ഡു. മൊട്ടുവിന് എന്ത് ചെയ്യാനായിരുന്നു ഇഷ്ടം? പ്ലേസ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്, ഈറ്റ് ഗുഡ് ഫുഡ്സ്, എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ്, ക്ലൈംബ് ട്രീസ്. എന്തിനായിരുന്നു? എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു. ക്വസ്റ്റ്യൻ 3, വാട്ട് വാസ് ദ ഷൈനി ഒബ്ജെക്ട് ദാറ്റ് മൊട്ടു സോ ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ആ മരത്തിന്റെ മുകളിൽ മൊട്ടു കണ്ട തിളക്കമുള്ള ഒബ്ജക്റ്റ് എന്തായിരുന്നു? ഗോൾഡൻ ആപ്പിൾ, ഗോൾഡൻ റിംഗ്, ഷൈനിങ് സ്റ്റോൺ, എ സ്റ്റാർ. എന്തായിരുന്നു മക്കളെ? ഗോൾഡൻ ആപ്പിൾ ആയിരുന്നു. ക്വസ്റ്റ്യൻ 4, വാട്ട് ഡിഡ് മൊട്ടു ഡു വെൻ ഹി സോ ദ ഷൈനിങ് ഒബ്ജെക്ട്. ആ തിളക്കമുള്ള വസ്തു കണ്ടപ്പോൾ മൊട്ടു എന്താണ് ചെയ്തത്? നെഗ്ലക്റ്റഡ് ഇറ്റ്, റാൻ ടുവേർഡ്സ് ഇറ്റ്, പ്ലാൻ ടു ഈറ്റ് ഇറ്റ്, സ്കാംബേർഡ് അപ്പ് ദ ട്രീ ടു ടേക്ക് എ ക്ലോസർ ലുക്ക്. അതിനടുത്ത് കാണാനായിട്ട് അവന് ആ മരത്തിലേക്ക് വലിഞ്ഞു കയറുകയാണല്ലേ ചെയ്തത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 5, ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഫൈൻഡ് സംതിങ് ന്യൂ. എന്തെങ്കിലും പുതിയത് കണ്ടുപിടിക്കുക എന്നർത്ഥം വരുന്ന വാക്ക് ഈ കഥയിൽ നിന്ന് കണ്ടെത്തുക. എക്സ്പ്ലോർ, ഡിസ്കവർ, എക്സൈറ്റഡ്, സ്കാംബർ. എന്താ മക്കളെ? ഡിസ്കവർ എന്നാണ്. അതാണ് കണ്ടുപിടുത്തം എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഡ്, ഡിസ്കവർ. Activity 2, you are one of the students who visited Lakshadweep on a study tour. Write a friendly letter to your cousin describing your experience of the trip. അപ്പം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് സ്റ്റഡി ടൂർ പോയ കുട്ടികളിൽപ്പെട്ട ഒരാളാണ്. അപ്പം നിങ്ങളുടെ കസിനിന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്ററിൻ്റെ ഫോമാറ്റ് മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പ്ലേസും ഡേറ്റും എഴുതണം. ഡിയർ ടോം, ഹൗ ആർ യു? ഐ ഹോപ്പ് യു ആർ ഫൈൻ. നിനക്ക് സുഖാണെന്ന് കരുതുന്നു. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു അബൌട്ട് അവർ വണ്ടർഫുൾ സ്റ്റഡി ടൂർ ടു ലക്ഷദ്വീപ്. ഞങ്ങളുടെ വളരെ മനോഹരമായ ലക്ഷദ്വീപിലേക്കുള്ള സ്റ്റഡി ടൂറിനെ കുറിച്ച് നിന്നോട് പറയാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. ലക്ഷദ്വീപ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ലക്ഷദ്വീപ് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ദ സീ വാസ് ബ്ലൂ ആൻഡ് കാം. കടല് നല്ല നീല നിറത്തിലും ശാന്തതയോട് കൂടിയിട്ടുള്ളതായിരുന്നു. ദ വർ മെനി കോക്കനട്ട് ട്രീസ് എവ്രിവെയർ. എല്ലായിടത്തും ഒരുപാട് തെങ്ങുകൾ ഉണ്ടായിരുന്നു. വി walked along the beach and saw clear lagoons. ഞങ്ങൾ
ബീച്ചിലൂടെ നടന്ന് നല്ല തിളക്കമുള്ള ലഗൂൺസിനെയൊക്കെ കണ്ടു. ഐ എൻജോയ്ഡ് കളക്ടിങ് കളർഫുൾ സീ ഷെൽസ് വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടുകാരോട് കൂടെ ഞാൻ സീ ഷെൽസ് ഒക്കെ കളക്ട് ചെയ്തത് വളരെയധികം എൻജോയ് ചെയ്തു. വി ഓൾസോ വിസിറ്റഡ് ദ മെറൈൻ അക്വേറിയം ആൻഡ് മ്യൂസിയം അറ്റ് കവരത്തി. കവരത്തിയിലുള്ള മെറൈൻ അക്വേറിയവും മ്യൂസിയവും ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഐ സോ മെനി ഫിഷ്, ടേർട്ടിൽസ് ആൻഡ് കോറൽസ്. ഞാൻ ഒരുപാട് ഫിഷിനെയും ടേർട്ടിൽസിനെയും കോറൽസിനെയൊക്കെ കണ്ടു. ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദ ട്രിപ്പ് വാസ് സ്നോർക്കെല്ലിംഗ്. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ട്രിപ്പിൽ എന്തായിരുന്നു? സ്നോർക്കെലിംഗ് ആയിരുന്നു. അതായത് നമ്മൾ പ്രത്യേക തരത്തിലുള്ള കണ്ണടയും ക്യാപ്പൊക്കെ ധരിച്ചിട്ട് വെള്ളത്തിനടിയിലൂടെയുള്ള കാഴ്ചകളൊക്കെ കാണുന്ന ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഭാഗമായിരുന്നു. സോ കളർഫുൾ ഫിഷ് സ്വിമ്മിങ് അണ്ടർ ദ വാട്ടർ. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള മീനുകൾ വെള്ളത്തിനടിയിൽ സ്വിം ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്. അത് വളരെയധികം മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദി പീപ്പിൾ ആർ വെരി ഫ്രണ്ട്ലി. അവിടെയുള്ള ആളുകളൊക്കെ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. ദ ഈറ്റ് എ ലോഡ് ഓഫ് ഫിഷ് ആൻഡ് കോക്കനട്ട് ഈസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് ഡിഷസ്. അവർ ഒരുപാട് ഫിഷൊക്കെ കഴിക്കും. അതുപോലെ അധിക ഡിഷസിലും തേങ്ങ അവർ യൂസ് ചെയ്യും, കോക്കനട്ട് യൂസ് ചെയ്യും. ഐ റിയലി എൻജോയ് ദ ട്രിപ്പ് ആൻഡ് ലേൺഡ് മെനി ന്യൂ തിങ്സ്. ഞാൻ ശരിക്കും ഈ ട്രിപ്പ് എൻജോയ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഈ ട്രിപ്പിലൂടെ പഠിക്കുകയും ചെയ്തു. കൺവേ മൈ റിഗാർഡ്സ് ടു എവ്രി വൺ അറ്റ് ഹോം. ഹോപ്പ് ടു സീ യു സൂൺ. എല്ലാവരോടും, വീട്ടിലുള്ള എല്ലാവരോടും എൻ്റെ അന്വേഷണം അറിയിക്കാം. പെട്ടെന്ന് തന്നെ കാണാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. യുവേഴ്സ് ലവിംഗ്ലി, ജസ്റ്റിൻ. Activity 3, email. Suppose you are Unnikutan. You write an email to your friend describing the day you first went to school. Prepare the email. അപ്പോൾ നിങ്ങൾ ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ എന്നതിലെ ഉണ്ണിക്കുട്ടനാണെന്ന് കരുതുക. നിങ്ങൾ ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോയ ആ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫ്രണ്ടിനുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ആ ഫ്രണ്ടിനോട് പറയാനായിട്ട് നിങ്ങളത് ഇമെയിൽ ചെയ്യുന്നതാണ്, മെയിൽ എഴുതാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഇമെയിൽ പ്രിപ്പയർ ചെയ്യുക. ഇമെയിൽ ചെയ്യുമ്പോൾ ടു ആർക്കാണോ എഴുതുന്നത് അവർക്കൊരു മെയിൽ ID കൊടുക്കണം. ആരാണോ ജസ്റ്റ് എഴുതിയിട്ട് @gmail.com. അതാണ് ഇമെയിലിൻ്റെ ഫോം കേട്ടോ. raj@gmail.com. സബ്ജക്റ്റ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഓക്കെ. ഡിയർ രാജ്, പ്രിയപ്പെട്ട രാജിന്, ടുഡേ വാസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇന്ന് എൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് ഇൻ ദ മോർണിംഗ്, സോ അച്ഛൻ ക്യാരിഡ് ആൻ അംബ്രല്ല ആൻഡ് ടുക്ക് മീ വിത്ത് ഹിം. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അച്ഛന് ഒരു കുട എടുത്തിട്ട് അച്ഛൻ്റെ കൂടെയാണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയത്. ഐ ചെക്ക്ഡ് മൈ മലയാളം റീഡർ ആൻഡ് സ്ലേറ്റ് ഇൻ മൈ സ്കൂൾ ബാഗ് ബിക്കോസ് ഐ ഡിഡ് നോട്ട് വാണ്ട് എനിത്തിങ് ടു ബി മിസ്സിംഗ്. ഞാൻ എൻ്റെ മലയാളം പുസ്തകവും സ്ലേറ്റും ഒക്കെ ബാഗിലുണ്ടെന്ന് ഉറപ്പുവരുത്തി. കാരണം എനിക്ക് അതൊന്നും മിസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് അതൊന്നും എടുക്കാതെ പോവരുത് എന്നുള്ളത് കൊണ്ട് അതിലുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തു. When I reached school, I saw many umbrellas and puddles in the veranda. സ്കൂളിലെത്തിയപ്പോൾ ക്ലാസ് റൂമിന് മുന്നിലുള്ള വരാന്തയിൽ ഒരുപാട് കുടകൾ നിവർത്തി വെച്ചിരിക്കുന്നതും ചെറിയ ചെറിയ വെള്ളം കൊണ്ടുള്ള ചെറിയ ചെറിയ കുളങ്ങളും, അതായത് വെള്ളം വീണിട്ടുള്ള കുളങ്ങളും ഞാൻ കണ്ടു. അച്ഛൻ took me to the headmaster. അച്ഛൻ എന്നെ ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്ക് കൊണ്ടുപോയി. Then he introduced me to രാധ ടീച്ചർ. അതിനുശേഷം അദ്ദേഹം എന്നെ രാധ ടീച്ചർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഷീ ഹെൽഡ് മൈ ഹാൻഡ് ആൻഡ് ലെഡ് മീ ഇൻ ടു ദ ക്ലാസ് റൂം. രാധ ടീച്ചർ എൻ്റെ കൈ പിടിച്ചിട്ട് എന്നെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി. ഐ സാറ്റ് ഇൻ ദ മിഡിൽ റോ. ഞാൻ നടുവിലുള്ള വരിയിലാണ് ഇരുന്നത്. ഐ ഫെൽറ്റ് നെർവസ് അറ്റ് ഫസ്റ്റ് ബട്ട് ലേറ്റർ ഐ ഫെൽറ്റ് ഹാപ്പി ആൻഡ് സേഫ്. ആദ്യം എനിക്ക് നെർവസ് ആയിരുന്നു ഞാൻ കുറച്ചാൽ. പിന്നീട് ഞാൻ അവിടെ കംഫർട്ടബിൾ ആയിട്ട് മാറി. സന്തോഷം തോന്നി എനിക്ക്. ലവിംഗ്ലി യുവർ ഫ്രണ്ട് ഉണ്ണിക്കുട്ടൻ. അങ്ങനെയാണ് ഇമെയിലിൻ്റെ ചെറിയൊരു ഫോമാറ്റ് വരുന്നത്. ആക്ടിവിറ്റി 4, ക്യാരക്ടർ സ്കെച്ച്. മൊയ്ന ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ബിഗിൻ വിത്ത് ദ വേർഡ് വൈ. ഷി വോണ്ട്സ് ടു നോ ദ റീസൺ ബിഹൈൻഡ് എവറിത്തിങ്. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മൊയ്ന ദ വൈ ഗേൾ. അപ്പോൾ മൊയ്ന ദ വൈ ഗേൾ എന്നുള്ളതിൽ മൊയ്നയെ ഓർക്കുന്നുണ്ടല്ലോ. എല്ലാത്തിലും അവൾക്ക് സംശയങ്ങളായിരുന്നു. എല്ലാത്തിലും അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ അവൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നു അല്ലേ. അപ്പോൾ മൊയ്നയെ കുറിച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മൊയ്ന ഇസ് എ ലവ്ലി ആൻഡ് ഇൻ്റലിജൻറ്റ് ട്രൈബൽ ഗേൾ. മൊയ്ന വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്നേഹനിധിയായിട്ടുള്ള ഒരു ട്രൈബൽ ഗേളാണ്, ഒരു ആദിവാസി പെൺകുട്ടിയാണ്. ഷീ ബിലോങ്സ് ടു ദ പുവർ ഷബാ കമ്മ്യൂണിറ്റി. ഈവൻ ദോ ഷീ ഫേസസ് മെനി ഹാർഡ്ഷിപ്സ് ഷീ ഹാസ് എ ബ്രൈറ്റ് ആൻഡ് ക്യൂരിയസ് മൈൻഡ്. അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള മൈൻഡും അതുപോലെ നല്ല ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. മൊയ്ന ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ബിഗിൻ വിത്ത് ദ വേർഡ് വൈ. മൊയ്ന എല്ലാ സമയവും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഷി വാണ്ട്സ് ടു നോ ദ റീസൺ ബിഹൈൻഡ് എവറിത്തിങ്, ലൈക്ക് വൈ ഷീ കനോട്ട് ക്യാച്ച് എ സ്നേക്ക്, why she must thank the landlord
ആൻഡ് വൈ ഷീ കനോട്ട് ഗോ ടു സ്കൂൾ. അവൾക്ക് എപ്പോഴും സംശയങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു പാമ്പിനെ പിടിച്ചാൽ എന്താ സംഭവിക്കുക, എന്തിനാണ് നമ്മൾ ലാൻഡ് ലോഡ്സ് മുതലാളിമാർ പറയുന്നത് അനുസരിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ മൊയ്നയ്ക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദിസ് ഹാബിറ്റ് ദ പോസ്റ്റ് മാസ്റ്റർ കോ ഹർ ദ വൈ വൈ ഗേൾ. ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അവളെ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ ദ വൈ വൈ ഗേൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഷീ ഹെൽപ്സ് ഹർ ഫാമിലി ബൈ ലുക്കിംഗ് ആഫ്റ്റർ ഗോഡ്സ്, കളക്ടിങ് ഫയർവുഡ് ആൻഡ് ഫെച്ചിങ് വാട്ടർ. അവൾ അവളുടെ ഫാമിലി ഒരുപാട് സഹായിച്ചു. എങ്ങനെയൊക്കെ ആടുകളെ മേയ്ച്ചും കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ചും വെള്ളം കൊണ്ടുവന്നൊക്കെ അവളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവളെ സഹായിക്കുമായിരുന്നു. ഡിസ്പൈറ്റ് ഹർ പോവേർട്ടി മൊയ്ന ഡ്രീംസ് ഓഫ് ലേണിംഗ്. അവളുടെ ദാരിദ്ര്യത്തിനിടയിലും അവൾ പഠിക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. When she learns that books can give answers to her questions, she decided to study. പുസ്തകങ്ങൾ അവൾക്കുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ എന്ത് ചെയ്തു, പഠിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു. ലേറ്റർ ഷീ ബിക്കംസ് എ ടീച്ചർ അറ്റ് ദ സമിതി ആൻഡ് മോട്ടിവേറ്റ്സ് അതർ ചിൽഡ്രൻ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ലേൺ ന്യൂ തിങ്സ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവൾ സമിതിയിലെ ഒരു ടീച്ചറായിട്ട് മാറി അവിടെയുള്ള കുട്ടികളെയും ചോദ്യങ്ങൾ ചോദിക്കാനും പഠിക്കാനും ഒക്കെ അവൾ വളരെയധികം ഇൻസ്പയർ ചെയ്തു. മൊയ്ന ഈസ് ബ്രേവ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് ഫുൾ ഓഫ് ക്യൂരിയോസിറ്റി. മൊയ്ന വളരെയധികം ധൈര്യമുള്ള കുട്ടിയായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ഒക്കെ ഒരു കുട്ടിയായിരുന്നു. ഷീ ഈസ് എ സിംബൽ ഓഫ് ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദ ഫ്രീഡം ഓഫ് തോട്ട്. മൊയ്ന വിദ്യാഭ്യാസ ശാക്തീകരണത്തിന്റെയും അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ ചിന്തകളുടെയും ഒക്കെ പ്രതീകമായിട്ട് മാറുന്നുണ്ട്. Her story inspires us to never stop asking questions and to always seek knowledge. അവളുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് മക്കളെ? ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കരുത്, ചോദ്യങ്ങൾ ചോദിക്കരുത്, നിർത്തരുത്. അതുപോലെ അറിവ്, വിദ്യാഭ്യാസം, വിവേകം നേടണം വിവരം നേടണം എന്നുള്ള ഒരു ഇൻസ്പിറേഷനാണ് മൊയ്നയുടെ കഥ നമ്മൾക്ക് നൽകുന്നത്. ആക്ടിവിറ്റി 5 എഡിറ്റിംഗ് ആണ്. ദ വുമൺ ബിക്കെയിം ഓൾഡ് ആൻഡ് ക്രിട്ടിക്കലി ഇൽ. ആ സ്ത്രീ പ്രായമായി, അതുപോലെ തീരെ വയ്യാതായി. ലോക്കൽ ഡോക്ടേഴ്സ് വാസ് ബാഫിൾഡ്. ലോക്കൽ ഡോക്ടേഴ്സ് എന്നുള്ളത് എന്താണ് മക്കളെ? ഇവിടെ പ്ലൂറലാണ്. ഡോക്ടർ എന്നാണെങ്കിൽ വാസ് എന്ന് ചേർക്കാം. ഡോക്ടേഴ്സ് എന്നുണ്ടാകുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഡോക്ടേഴ്സ് വേർ എന്നാണ് വരിക. ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് വാസ് അല്ല വേർ ആണ് വരിക. ദേ ഫൈനലി സെൻഡ് ഹിം ടു ദ ബിഗ് സിറ്റി വേർ ദേ കോൾഡ് ഇൻ സ്പെഷ്യലിസ്റ്റ് സ്റ്റഡി ഹെർ റെയർ ഡിസീസ്. അപ്പോൾ അവിടെ അവർ സ്ത്രീയെ സിറ്റിയിലേക്ക് അയച്ചു ഈ റെയർ ഡിസീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ദേ ഫൈനലി സെൻഡ് ഹിം എന്നല്ല, ഇവിടെ ഹെർ എന്നാണ് വരിക. കാരണം ഇതൊരു വുമൺ ആണല്ലേ, വുമൺ ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഹിം എന്ന് പറയുന്നത് മാൻ ആവുമ്പോഴാണ്, ആണുങ്ങളാവുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഹെർ എന്നാണ് വരിക. പിന്നെ അതുപോലെ ഡിസീസ് എന്നതിൻ്റെ സ്പെല്ലിംഗ് ആണ് അടുത്തത് തെറ്റ്. എസ് ആണ്, സി അല്ല, എസ് ആണ് വരുന്നത്. സോ സ്പെല്ലിംഗ് ആണ് ഇവിടെ തെറ്റ്. പിന്നെ ഡോക്ടർ ഹൊവാർഡ് കെലി വാസ് കോൾഡ് ഇൻ ഫോർ ദ കൺസൾട്ടേഷൻ. അപ്പോൾ ഹവാർഡ് കെലി എന്നുള്ളത് ഒരു നെയിമാണ്. സോ നെയിം ആയതുകൊണ്ട് ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. സോ എച്ച് ഷുഡ് ബി ക്യാപിറ്റൽ. വെൻ ഹി റിയലൈസ്ഡ് ഹെർ ആൻഡ് ദ ടൗൺ ഷീ കെയിം ഫ്രം എ സ്ട്രേഞ്ച് ലൈറ്റ് ഹിസ് ഫിൽഡ് ഐസ്. സോ ഇവിടെ വേർഡ് ഓർഡർ ഡിസോർഡർ ആയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രേഞ്ച് ലൈറ്റ് ഫിൽഡ് ഹിസ് ഐസ് എന്നാണ് വരുന്നത്. ഓക്കെ, ഹിസ് ഫിൽഡ് അല്ല, ഫിൽഡ് ഹിസ് ഐസ് എന്നാണ് വരുന്നത്. ആക്ടിവിറ്റി 6 നോട്ടീസ്. Your school is planning a special program to felicitate your friend on her amazing achievement at the National Athletic Meet. Imagine you are the charge of organizing the event. Draft a notice to invite people to the program. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നാഷണൽ അത്ലറ്റിക് മീറ്റിൽ നല്ല വിജയം കൈവരിച്ചു വരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ആളുകളെ പ്രോഗ്രാമിന് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്കാണ് അതിൻ്റെ ഇൻചാർജ് ഉള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ടീസിന്റെ ഫോമാറ്റ് ഒക്കെ മക്കൾക്ക് അറിയാലോ അല്ലേ? ആദ്യം നമ്മൾ സ്കൂളിന്റെ പേര് കൊടുക്കുന്നു. സെന്റ് ജോസഫ് സ്കൂൾ, തോപ്പിൽ, കാക്കനാട് സ്പോർട്സ് ക്ലബ്ബ്. പിന്നെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രോഗ്രാം നടത്തുന്നത്. പിന്നെ എന്താണ് പ്രോഗ്രാം എന്ന് വലിയൊരു ഹെഡിങ് കൊടുക്കുന്നു. ഫെലിസിറ്റേറ്റിംഗ് നിധി രാജ് ഓൺ ദ വേൾഡ് അത്ലറ്റിക്സ് ഡേ. പിന്നെ നമ്മൾ ആളുകളെ ക്ഷണിക്കണം. ഡിയർ ഫ്രണ്ട്സ്, വി ആർ എക്സൈറ്റഡ് ടു ഇൻവൈറ്റ് യു ടു സെലിബ്രേറ്റ് ദ വേൾഡ് അത്ലറ്റിക്സ് ഡേ 2025 വിത്ത് അസ്. ഞങ്ങളോടുകൂടെ വേൾഡ് അത്ലറ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നിട്ട് ഡേയും ടൈമും വെന്യൂവും എവിടെയാണ് വെച്ച് നടക്കുന്നതെന്നും കൊടുക്കണം. ഡേറ്റ് 6 ഏപ്രിൽ 2026, വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം, ടൈം 10 AM. We are happy to welcome Dr. George Mundakal, IPS, as our chief guest. We will felicitate Nidhi Raj, who won the World Athletics Marathon this year. She is the first girl from Kerala to win this event. ഇവിടെ നമ്മൾ പ്രോഗ്രാം എന്താണെന്നും എഴുതി കൊടുത്തു. ചീഫ് ഗസ്റ്റ് ഇന്ന ആളാണ്. അതുപോലെ നമ്മൾ സ്പെഷ്യലായിട്ട് നടത്തുന്ന പ്രോഗ്രാം എന്താണ്? നിധിരാജിനെ
ഫെലിസിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അവൾക്ക് ആശംസകൾ അർപ്പിക്കുന്നുണ്ട്, അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നെ എല്ലാവരെയും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക, കം ജോയിൻ അസ് ഓൺ ദ ഒക്കേഷൻ, പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് കൊടുക്കുക. മാം റിഗാർഡ്സ് റോസി പറമ്പിൽ. ആരാണോ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നത് അവർ. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്